വൈകിട്ട് ചായയുടെ കൂടെ എന്ത് കഴിക്കുന്ന ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദേ ഈ ഒരു ഐറ്റം എന്റെ കണ്ണിൽ പെട്ടത്. എന്നാ പിന്നെ ഉണ്ടാക്കിയേക്കാമെന്ന് കരുതി. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ബ്രെഡ് ഇട്ട് നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് എല്ലാം ചെറിയ പീസുകളാക്കി ആ ബ്രെഡ് പീസസ് എല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു 4 മുട്ട അത് മതി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ശേഷം നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഈ മിക്സ് നമുക്ക് വേറൊരു ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ വെച്ച് അതിലേക്കിട്ട് നന്നായി ചിക്കി പൊരിച്ചെടുക്കാം. ഏകദേശം ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് മുട്ട മാറ്റി വയ്ക്കാം. അതേ ചട്ടിയിൽ തന്നെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കണം. അതിലേക്ക് 2 മീഡിയം സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കിയ ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഏകദേശം 2 മിനിറ്റോളം വഴറ്റിയതിന് ശേഷം ഒരല്പം ഉപ്പും കൂടി ചേർത്ത് പിന്നെയും ഒരു 2 മിനിറ്റ് നന്നായി സോട്ട് ചെയ്യാം. ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴേക്കും ചെറിയ 2 തക്കാളിയും കൂടി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഒരുപാട് ഉടഞ്ഞു പോകണ്ട, ചെറുതായി ഒന്ന് ചൂടായാൽ മാത്രം മതി. ഏകദേശം ഈ ഒരു അവസ്ഥയിലേക്ക് ആകുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഈ പൗഡറെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർക്കാം. ടൊമാറ്റോ സോസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മതി. ശേഷം നന്നായി വഴറ്റിയ ശേഷം 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ വേണമെങ്കിൽ ചേർക്കാം. ഓക്കെ, ഏകദേശം ഈ ഒരു പരുവത്തിലാകുമ്പോഴേക്കും നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡ് പീസസ് ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. കുറച്ചിട്ട് നന്നായി ഇളക്കിയ ശേഷം മസാല എല്ലാം പിടിച്ച ശേഷം പിന്നെയും രണ്ടാമതിട്ട് ഒന്നുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ആ മസാല എല്ലാം ബ്രെഡ് പീസിലേക്ക് പിടിക്കാൻ പാകത്തിന് നന്നായി ഇളക്കി കൊടുക്കുക. അവസാനം ബാക്കിയിരിക്കുന്ന മുട്ട ചിക്കിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെയും ഒന്നുകൂടി മിക്സ് ചെയ്യുക. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി തൂവി നമുക്ക് ഈ പരിപാടി അങ്ങ് അവസാനിപ്പിക്കാം. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ല അടിപൊളിയായിട്ടാണ്.